എല്ലാ കൂട്ടുകാർക്കും നൗൽവാദിയും മൂന്നാം ഭാഗത്തിലെ 9ാമത്തെ ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മളിന്ന് പഠിക്കുന്നത് 2 ഡെഫിനിഷൻസാണ്. ഒന്ന്, എന്താണ് ലാസിമ്, എന്താണ് മുതഅദ്ദി. ലാസിമാൻ അത്രയേ ഉള്ളൂ, മഫ്ഊലും ബിഹിയിലേക്ക് വിട്ടുകൊടുക്കുന്ന ഫീലിനാണ്, അഥവാ ഒബ്ജക്റ്റുള്ള ഫീൽ, അതിനാണ് നമ്മൾ മുതഅദ്ദി എന്ന് പറയാം. ലാസിം എന്ന് പറഞ്ഞാലോ മഫ്ഊലും ബിഹി ഇല്ലാത്ത ഫീല്. ഉദാഹരണമായിട്ട് ഷെരിബ മുഹമ്മദുൻ, മുഹമ്മദ് കുടിച്ചു. അഷായ, ചായയെ, അവിടെ ഷായ എന്നുള്ള ഒബ്ജക്റ്റ് ഉണ്ട്, മഫ്ഊലുണ്ട്. മഫ്ഊലുള്ളത് ഷെരിബ എന്നുള്ളത് മുതഅദ്ദിയായ ഫീലാണ്. എന്നാൽ നമ്മൾ ബക്ക മുഹമ്മദുൻ, മുഹമ്മദ് കരഞ്ഞു. ഇനി അവിടെ ഒരു മഫ്ഊലില്ല, അത് ലാസിമാണ്. പൽ ഫീലു ലാസിമു, ലാസിമായ ഫീൽ എന്ന് പറഞ്ഞാൽ മാലാ യൻസിബുൽ മഫ്ഊല ബിഹി, മഫ്ഊല ബിഹിയെ നസ്ബ് ചെയ്യാത്ത ഫീൽ. അപ്പോൾ മുതഅദ്ദി എന്ന് പറഞ്ഞാലോ ഹുവല്ലദി യൻസിബുഹു, മഫ്ഊലു ബിഹി ഉണ്ട്. അപ്പോൾ മഫ്ഊലു ബിഹി ഉള്ള ഫീലിനാണ് നമ്മൾ മുതഅദ്ദിയായ ഫീൽ എന്ന് പറയാം. മഫ്ഊലു ബിഹി ഇല്ലാത്ത ഫീലിനോ ലാസിമായ ഫീൽ എന്ന് പറയാം. ഇനി മുതഅദ്ദി പലതരമുണ്ട്. ചില മുതഅദ്ദികൾ ഒരു മഫ്ഊലിനെ നസ്ബ് ചെയ്യുള്ളൂ, ചിലത് 2 മഫ്ഊലിന് നസ്ബ് ചെയ്യും. അപ്പോൾ ഒരു മഫ്ഊലുള്ള പിന്നെ മുതഅദ്ദിയായ ഫീലുണ്ട്, 2 മഫ്ഊലുള്ള മുതഅദ്ദിയായ ഫീലുണ്ട്. അപ്പം നമ്മൾ പഠിക്കുന്നത് അഖ്സാമുൽ മുതഅദ്ദിയാണ്. അപ്പോൾ അത് എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. യൻഖസിബുൽ ഫീൽ മുതഅദ്ദി, മുതഅദ്ദിയായ ഫീൽ ഇനം തിരിയും. ഇലാ അർബഅത്തി അഖ്സാമിൻ, 4 തരം മുതഅദ്ദികളുണ്ട്. ഒന്ന്, മാ യൻസിബു മഫ്ഊലൻ ബിഹി വാഹിദ, ഒരൊറ്റ മഫ്ഊലിനെ നസ്ബ് ചെയ്യുന്നത്. സാധാരണഗതിയിൽ ഒരു മഫ്ഊലേ ഉണ്ടാവുള്ളൂ. എന്നാൽ രണ്ടാമത്തെ ഇനമാണ് മാ യൻസിബു മഫ്ഊലൈനി, 2 മഫ്ഊലിനെ നസ്ബ് ചെയ്യും. അസ്ലുഹുമാ മുബ്തദഉൻ വ ഖബറുൻ, അതിൻ്റെ ബേസിക് മുബ്തദഉം ഖബറും ആയിരിക്കും. ഇപ്പോൾ ഒരു മുബ്തദയിലും ഖബറിലുമാണ് ഇത് വരിക. അങ്ങോട്ട് എന്ത് ചെയ്യും, 2 മഫ്ഊലിനെ അങ്ങോട്ട് നസ്ബ് ചെയ്യും. അതിന് ഉദാഹരണമാണ് ലന്ന. ലന്നക്ക് എന്ത് കിട്ടും എന്നറിയോ, 2 മഫ്ഊല് കിട്ടും, ലന്ന. അതേപോലെ ഹസിബ, ലന്നാന ഭാവിച്ചു എന്നാണ്, ഹസിബ പറഞ്ഞാലും കണക്കൂട്ടി എന്നാണ്, ജഅമാറിന വാദിച്ചു എന്നാണ്, ജഅലാറിന ആക്കി എന്നാണ്. ഇപ്പോൾ ജഅലല്ലാഹു മുഹമ്മദൻ റസൂലൻ, അവിടെ 2 മഫ്ഊലുണ്ടല്ലോ, അദ്ദ, ഹജ, വഹബ. അപ്പോൾ 2 മഫ്ഊലിന് നസ്ബ് ചെയ്യുന്ന ഫീലിന് ഉദാഹരണം ചോദിച്ചാൽ ലന്ന, ഹസിബ, ജഅമ, ജഅല, അദ്ദ, ജഹ, വഹബ നമ്മൾ പഠിച്ചേക്കണം. ഇനി നമുക്ക് 3ാമത്തെ ഇനം നോക്കാം. അതോടൊപ്പം തന്നെ ജമിഅ തുഫീദു ശക്ക മൈലില്ല ഇല റുജുഹാൻ. ഈ ഹസിബൻ്റെ ലന്നൻ്റെ അർത്ഥം എന്താ അറിയോ, 100% ഉറപ്പില്ല, എന്നാൽ ഏകദേശം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സംശയമുണ്ട്, എന്നാൽ അതേ സമയത്ത് തന്നെ കൂടുതൽ ഉണ്ടാകാനാണ് സാധ്യത. അതാണ് റുജുഹാൻ, അതിനെ അറിയിക്കുന്നതാണ്. ഇനി റദ്ദ, തറക്ക, വത്തഖദ, ജഅല, വഹബ, ഇതൊക്കെ എന്താണ്, തഹ്വീലു ഷൈഇ മിൻ ഹാലിൻ ഇലാ ഹാലിൻ, ഒരു അവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് മാറി എന്നുള്ളതിനാണ് വഹബ, ജഅല, ഇത്തഖദ എന്നുള്ള വാക്കുകളൊക്കെ റദ്ദ, തറക്ക എന്നൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ മുതഅദ്ദിയായ ഫീല് 4 വിധമാണ്. ഒന്ന്, ഒരു മഫ്ഊലിനെ നസ്ബ് ചെയ്യണത്. 2 മഫ്ഊലിനെ നസ്ബ് ചെയ്യണത്. 3 മാ യൻസിബു മഫ്ഊലൈനി, 2 മഫ്ഊലിനെ നസ്ബ് ചെയ്യും, പക്ഷേ മുബ്തദയിലും ഖബറിലും അല്ലാതെ വരിക. അതിനുദാഹരണം ഏതാ, അഅത്ത, സഅല, കസ. അപ്പോൾ 2 മഫ്ഊലിനെ നസ്ബ് ചെയ്യുന്നതിൽ മുബ്തദവും ഖബറിനെ നസ്ബ് ചെയ്യുന്നതും ഉണ്ട്, അല്ലാത്തതും ഉണ്ട്. അല്ലാത്തതിന് ഉദാഹരണമാണ് അഅത്ത. അഅത്ത എന്നുള്ള വാക്കിന് മുബ്തദവും ഖബറും ആകണമെന്നൊരു നിയമമല്ല, സഅല, കസ, അതിനൊക്കെ. ഇനി 4ാമത്തെ ഇത് എന്താണ്, മാ യൻസിബു സലാസത മഫായിൽ, 3 മഫ്ഊലിനെ നസ്ബ് ചെയ്യണത്. 3 മഫ്ഊലിന്, അപ്പോൾ ഒരു മഫ്ഊലിനെ നസ്ബ് ചെയ്യണത്, 2 മഫ്ഊലിനെ നസ്ബ് ചെയ്യണത്, 3 മഫ്ഊലിനെ നസ്ബ് ചെയ്യണത്. 3 മഫ്ഊൽ നസ്ബ് ചെയ്യുന്ന ഉദാഹരണമാണ് അറ, അലമ, നബ്ബഅ, അഖ്ബറ, ഖബ്ബറ, ഹദ്ദസ. ഇത് നോക്കൂ, അതിന് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. സറഅൽ ഫല്ലാഹു അൽ ഖസബ, കർഷകൻ കരിമ്പ് കൃഷി ചെയ്തു. ഇവിടെ ഒരു മഫ്ഊലുള്ളൂ. നമ്മൾ ഇപ്പുറത്തേക്ക് നേരെ പോകണമെങ്കിൽ ലന്ന കണ്ടോ, ലനൻതുൽ ജവ്വ മുഅ്തദിലൻ. അപ്പോൾ ജവ്വ എന്നുള്ളതും മുഅ്തദിൽ എന്നുള്ളത് എന്താണ്, 2 മഫ്ഊലാണ്. ലന്ന എന്നുള്ളത് 2 മഫ്ഊലിന് ചെയ്യുന്ന ആളാണ്. ഇനി 3 മഫ്ഊലിന്
സ ഉരി ഞാൻ കാണിച്ചു തരാം അലിയൻ അലിയിന് അതൊരു മഫൂലാണ്. അൽ കിതാബ പുസ്തകത്തെ മുഫീദായ രീതിയിൽ. അപ്പോൾ അങ്ങനെ 3 മഫൂലിന് നസ്ബ് ചെയ്യണതുകൊണ്ട്. ഉഖ്ബിർത്തുൽ ഇൽമാന ഞാൻ കുട്ടികളോട് പറഞ്ഞു. അൽ ലൈബ കളിയെ മുഫീദായിട്ട് പറഞ്ഞു. അപ്പം അങ്ങനെ 2, 3 മഫൂലിനൊക്കെ നസ്ബ് ചെയ്യണ ഇതുകളും ഇതിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ പിന്നെ മുതഅദ്ദി എന്താന്ന് നമ്മൾ പഠിച്ചു. മുതഅദ്ദി എന്ന് പറഞ്ഞാൽ എന്താണ്? മാ യൻസിബു അൽ മഫ്ഊല, മഫ്ഊലിന് നസ്ബ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് എപ്പോഴും ഈ ലാസിം എന്താ മുതഅദ്ദി എന്താണെന്ന് ചോദ്യം ഉണ്ടാവും. അതിൽ മുതഅദ്ദിക്കാണ് ഇനങ്ങളുള്ളത്. അപ്പോൾ എന്താണ് മുതഅദ്ദി എന്ന് പറഞ്ഞാൽ മാ യൻസിബു മഫ്ഊലൻ ഔ മഫ്ഊലൈനി, അതിനാണ് പറയുക. ഇതിൽ മുതഅദ്ദി തന്നെ പല രീതിയുണ്ട്. മാ യൻസിബു മഫ്ഊലൻ വാഹിദ, ഒരൊറ്റ മഫ്ഊലിനുള്ളത്, അത് നമ്മൾ സാധാരണ. പിന്നെ മാ യൻസിബു മഫ്ഊലൈനി, 2 മഫ്ഊലിന് നസ്ബ് ചെയ്യണതിൽ തന്നെ എന്തുണ്ട്? അതിൽ മുബ്തദവും ഖബറിനും നസ്ബ് ചെയ്യണതുണ്ട്, അതോടൊപ്പം മുബ്തദവും ഖബറും അല്ലാത്ത നസ്ബ് ചെയ്യുന്നതുണ്ട്. മുബ്തദയും ഖബറും നസ്ബ് ചെയ്യുന്ന വാക്കുകൾ വളരെ ഇമ്പോർട്ടൻ്റ് നമ്മൾ പഠിക്കണം കേട്ടോ. ലന്ന, ഹസിബ, സഅമ, ജഅല, അതൊക്കെ. ഇനി മാ യൻസിബു മഫ്ഊലൈനി ഉണ്ട്. 2 മഫ്ഊല് നസ്ബിയും ചെയ്യും, അതോടൊപ്പം തന്നെ അതെന്തും അല്ല, മുബ്തദവും ഖബറും അല്ല. അതേതാണ്? അഅ്താ സഅല കസ പഠിക്കണം നമ്മൾ. അഅ്താ സഅല കസയാണ് എന്ത്? മാ യൻസിബു മഫ്ഊലൈനിയാണ്, പക്ഷേ അതിൽ മുബ്തദവും ഖബറും അല്ല. മറ്റേത് മുബ്തദവും ഖബറും വരുന്നതാണ് നമ്മൾ ആദ്യം പഠിച്ചിട്ടുള്ളത്. ഇനി 3 മഫ്ഊലിന് നസ്ബ് ചെയ്യണതിൻ്റെ ഉദാഹരണം ശരിക്കും പഠിക്കണം. നോക്കൂ, അത് വളരെ പ്രധാനമാണ്. അറ, അഅലമ, അംബ, നബ്ബ. ഏതാണ്? അറ, അഅലമ, അംബ, നബ്ബ, അഖ്ബറ, ഖബ്ബറ, ഹദ്ദസ. ഇപ്പോൾ 3 മഫ്ഊലിന് പിന്നെ നസ്ബ് ചെയ്യണ മുതഅദ്ദി എന്നുള്ളത് അതിൻ്റെ ഉദാഹരണമൊക്കെ നമുക്ക് പരീക്ഷയ്ക്ക് എഴുതേണ്ടി വരും. അപ്പോൾ 3 മഫ്ഊലിന് പിന്നെ നസ്ബ് ചെയ്യണ അക്ഷരങ്ങൾ ഏതെല്ലാം എന്ന് വെച്ചാൽ ഏതൊക്കെയാണ്? അറ, അഅലമ, നബ്ബ, അഖ്ബറ, ഖബ്ബറ, ഹദ്ദസ. അപ്പോൾ ഇതിൽ നമ്മളൊരു ഉദാഹരണം നോക്കൂ. ഇപ്പോൾ ഹദ്ദത്തുൽ ഔലാദ, ഞാൻ കുട്ടികളോട് പറഞ്ഞു. ഈ ഔലാദ എന്നുള്ളത് ഒരു മഫ്ഊലാണ്. അസ്സിബാഹത്ത, നീന്തുന്നതിനെ കുറിച്ച് പറഞ്ഞു. നാഫിയത്തായ. അപ്പോൾ ഇത് ഇവിടെ നമ്മൾ 3 മഫ്ഊലിനാണ് നസ്ബ് ചെയ്യണത്. അതേപോലെ ഖബ്ബർത്തു, ഞാൻ പറഞ്ഞു. ഇനി നോക്കൂ 3 മഫ്ഊല്. അൽ മുസാഫിരീന, യാത്രക്കാരോട് ഞാൻ പറഞ്ഞു, അതൊരു മഫ്ഊലാണ്. അൽ ഖിത്താറ, ട്രെയിന് മുതഅഖിറൻ, ലേറ്റാണ്. അപ്പോൾ ഇങ്ങനെ 3 മഫ്ഊലിന് നസ്ബ് ചെയ്യുന്ന അക്ഷരങ്ങൾ നമ്മൾ പഠിക്കണം കേട്ടോ.